ഹായ് ഓൾ, ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ട്രംപിന്റെ പേരില് റെസിപ്രോക്കൽ താരിഫ് വാർ എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നുണ്ടല്ലോ. ഇതിനെപ്പറ്റി വളരെ ക്വിക്കായിട്ട് ഒന്ന് ടച്ച് ബേസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇത് ഇപ്പൊ നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് ഈ വിഷയത്തിനെ എക്കണോമിക്സോ ഇന്റർനാഷണൽ പൊളിറ്റിക്സോ ഒന്നും വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയല്ല. ഈ ടേമൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് എന്താണെന്ന് കൃത്യമായിട്ടൊരു ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തവർക്ക് വേണ്ടി വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെ ഒരു ഔട്ട്ലുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഈ ടാരിഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ടാരിഫ്? ടാരിഫ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്. അതായത് ഒരു രാജ്യം വേറെ രാജ്യത്തു നിന്ന് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യം വേറെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ രാജ്യം ആ സാധനത്തിന്റെ മേൽ ചുമത്തുന്ന നികുതിയാണ് ടാരിഫ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അത് കസ്റ്റംസ് ഡ്യൂട്ടി എന്നാണ് അറിയപ്പെടുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അത് വേറെ പേരിലായിരിക്കും. അപ്പം ഈ റെസിപ്രോക്കൽ ടാരിഫ് എന്താണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതായത് ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ട്രംപ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ റെസിപ്രോക്കൽ ടാക്സ്. അതായത് ഒരു രാജ്യത്തു നിന്ന് അമേരിക്കയിലേക്ക് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്ക വേറെ രാജ്യത്തു നിന്ന് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കൊടുക്കുന്ന ടാക്സും അവര് അമേരിക്ക വേറെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ രാജ്യം ചുമത്തുന്ന ടാക്സും സെയിം ആയിരിക്കണം എന്നാണ്. ഇപ്പോൾ ട്രംപിന്റെ വാദം എന്താണെന്ന് ചോദിച്ചാല് പല രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. അതായത് അമേരിക്കൻ എക്കണോമിയെ അത് കണ്ടമാനം ബാധിക്കുന്നുണ്ട്. അപ്പൊ ട്രേഡ് ഡെഫിസിറ്റിന്റെ ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളും അവരുടെ ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സ് ഈ അമേരിക്കയിൽ ഡംപ് എന്ന് പറഞ്ഞാൽ അവിടെ ഇമ്പോർട്ട് ചെയ്ത് സെല്ല് ചെയ്യുക. അപ്പം നികുതി കുറവായതുകൊണ്ട് അമേരിക്കൻ സാധനങ്ങളെക്കാളും ചീപ്പായിട്ട് അത് ചെയ്യും, അവിടെ വിൽക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അത് അമേരിക്കൻ സാധനങ്ങൾ വിൽക്കാതിരിക്കുകയും മറ്റുള്ള രാജ്യങ്ങളുടെ സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. അതുപോലെ ഈ അമേരിക്കൻ സാധനങ്ങളുടെ എക്സ്പെൻസീവ് ആയതുകൊണ്ടും അത് മറ്റുള്ള രാജ്യങ്ങളിൽ അധികമായിട്ടുള്ള, അതായത് ഈ അമേരിക്ക ചുമത്തുന്നതിനേക്കാളും കൂടിയ ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെ ടാരിഫ് നികത്തുന്നതുകൊണ്ട് ആ രാജ്യങ്ങളിൽ അമേരിക്കൻ സാധനങ്ങൾക്ക് വില കൂടുതലായതുകൊണ്ടും അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പം നമ്മൾ അതിനു മുമ്പ് വേറൊരു കാര്യം, ഒരു സിമ്പിളായിട്ട് ഈ ടാരിഫിനെ ഒന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, ഒരു കാര്യം കൂടെ പറയാം. അതായത് നമ്മുടെ കേരളത്തിലെ ഈ റബ്ബർ കൃഷി ഉണ്ടായിരുന്നല്ലോ. റബ്ബർ കൃഷി ഉണ്ടായിരുന്നല്ല, കൃഷിയുണ്ട്. ഒരു കാലത്ത് റബ്ബർ കൃഷി ഭയങ്കര ലുക്രേറ്റീവ് ആയിരുന്നു. കൃഷി ചെയ്തവരൊക്കെ നന്നായിട്ട് പൈസ ഉണ്ടാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിലേക്ക് മറ്റുള്ള രാജ്യങ്ങളെ സിന്തറ്റിക്കും നാച്ചുറൽ ആയിട്ടുള്ള റബ്ബറുകൾ കയറ്റി അയക്കാൻ തുടങ്ങിയത്. അതായത് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, അത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ഇത് വന്നിട്ടുള്ളത്. അതായത് ചൈന, പിന്നെ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാന്റ്, കൊറിയ, സൗത്ത് കൊറിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. അപ്പം ഈ രാജ്യങ്ങളുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം നികുതി കുറവായിട്ടാണ് ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പം ഇവിടെ നികുതിയോടുകൂടെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ വില ഇവിടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കേരളത്തിലെ പ്രത്യേകിച്ച് കർഷകർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പൈസയെക്കാളും കുറവാണ്. അപ്പം ഈ ടയർ കമ്പനികളും മറ്റുള്ള റബ്ബർ ഉപയോഗിക്കുന്ന കമ്പനികളും ഒക്കെ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് ലാഭം. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ഈ ടാരിഫുകൾ ബാധിക്കുന്നെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അമേരിക്കയുടെ സ്റ്റാൻഡ് ഈ ട്രേഡ് ഡെഫിസിറ്റ് നികത്താണുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചൈനയിലേക്ക് US അയക്കുന്നത് 145 ബില്യൺ, കഴിഞ്ഞ വർഷം അയച്ചത് 145 ബില്യൺ US പ്രൊഡക്ഷൻ സർവീസ് ആണെങ്കിൽ ചൈനയിൽ നിന്നും US ഇമ്പോർട്ട് ചെയ്തത് 440 ബില്യൺ US. അപ്പം 300 ബില്യൺ US ഡെഫിസിറ്റ് ഉണ്ട്, ട്രേഡ് ഡെഫിസിറ്റ്. അതായത് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞത് ഒരു രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. മറ്റു രാജ്യത്തിന് ട്രേഡ് സർപ്ലസും ഈ രാജ്യത്ത് ഇമ്പോർട്ട് കൂടുതലുള്ള രാജ്യത്തിന് ട്രേഡ് ഡെഫിസിറ്റുമാണ് ഉണ്ടാകുന്നത്. അപ്പം അതൊരു കാരണമാണ് ഈ പറഞ്ഞ പോലെ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്
ഈ ചീപ്പ് ഗുഡ്സ് വളരെ ചെറിയ ഇമ്പോർട്ട് ടാരിഫിൽ അമേരിക്കയിൽ ഡംപ് ചെയ്യുന്നതുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടായത്. അത് അമേരിക്കൻ ഇൻഡസ്ട്രികളെ ബാധിക്കുകയും അമേരിക്കയിലെ ജോലികൾ മറ്റുള്ള രാജ്യത്തേക്ക് പോവുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ വാദം. അതിനാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മഗ എന്നുള്ള ഒരു സ്ലോഗൻ തന്നെ പുള്ളി ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണിത്. അതായത് ഇമിഗ്രേഷൻ ലോസ് സ്ട്രിക്റ്റ് ആക്കുക, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഡിപ്പോർട്ട് ചെയ്യുക, പുതിയ ഇമിഗ്രേഷൻ വരുന്നതിനെ വളരെയധികം നിയന്ത്രിക്കുക. അതിന്റെ കൂടെ തന്നെ ഉള്ള ഒരു ഇതായിരുന്നു ഈ ടാരിഫിൽ കൂടെ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുക, അമേരിക്കയുടെ ഡെറ്റ് കുറയ്ക്കുക എന്നൊക്കെയുള്ള കാര്യം, കടം കുറയ്ക്കുക എന്നുള്ളതൊക്കെയുള്ള കാര്യം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഇപ്പം ട്രംപ് എന്താണ് ചെയ്തത്, ഈ റെസിപ്രോക്കൽ ടാക്സ് ചെയ്തു പല രാജ്യങ്ങളും. ഇപ്പൊ ഇന്ത്യയുടെ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന റേറ്റിൽ കൂടുതലാണ് ഇപ്പൊ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ അവിടുത്തെ അവര് ഈടാക്കുന്ന നികുതി എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്ക ടാർഗറ്റ് ചെയ്തത് ചൈന, മെക്സിക്കോ, കാനഡ പോലുള്ള രാജ്യങ്ങളാണ്. അവരാണ് കൂടുതലും ചീപ്പായിട്ടുള്ള ഗുഡ്സ് അമേരിക്കയിൽ ഡംപ് ചെയ്തു എന്നുള്ളതാണ് വാദം. ചൈനയാണ് ഇപ്പം ഏറ്റവും വലിയ ടാർഗറ്റ്. ഇപ്പം ട്രംപ് എന്താ ചെയ്യുന്നത്, ഈ റെസിപ്രോക്കൽ ടാക്സ് ഒക്കെ ചെയ്തെങ്കിലും തൽക്കാലം ഒരു 90 ദിവസത്തേക്കൊരു പോസ് ചെയ്തിരിക്കുകയാണ്. 10% ആണ് ടാക്സില് മറ്റുള്ള ചൈന ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാ രാജ്യങ്ങളും 10% 90 ഡേയ്സിലേക്ക് പോസ് ചെയ്തിരിക്കുകയാണ്. ഈ 90 ഡേയ്സിൽ ഈ രാജ്യങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു റെസിപ്രോക്കൽ ടാക്സ് അവര് ഡിസൈഡ് ചെയ്യണം. അതാണ് ഇതിൽ നിന്ന് വരാൻ പോകുന്നത്. അപ്പം ചൈനയുമായിട്ട് പക്ഷെ അങ്ങനെ ഒരു നെഗോഷിയേഷൻ ഇല്ല. ചൈനയിൽ ഇപ്പൊ ലാസ്റ്റില് അവര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ചാർജ് ചെയ്യുകയും ഒരാൾ അതിനെ റിറ്റാലിയേറ്റ് ചെയ്യുകയും ചെയ്ത് അവസാനം അമേരിക്ക 145% നികുതി ചുമത്തുകയും അതിന് റിറ്റാലിയേഷൻ അതിന് അഗൻസ്റ്റ് ആയിട്ട് ചൈന 125% നികത്തുകയൊക്കെ ചെയ്തു. അപ്പം ഇത് ചുരുക്കത്തിൽ എന്താണ്, ഒരു $10 ഒരു പ്രൊഡക്റ്റ് ചൈനയിൽ നിന്ന് അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്താൽ അതിന്റെ വില എങ്ങാണ്ട് 245 രൂപ ആയിരിക്കും. എല്ലാ സാധനങ്ങളും അല്ല, അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ട്. അപ്പൊ 245 രൂപ, $24.5 ആവും അതിന്റെ കോസ്റ്റ് അമേരിക്കയിൽ. അപ്പൊ അത് ചിലപ്പം അമേരിക്കയിലെ ഡൊമസ്റ്റിക് ആയിട്ട് കിട്ടുന്ന സാധനക്കാളും കൂടുതലാണെങ്കിൽ അപ്പം ആൾക്കാര് ചൈന പ്രൊഡക്റ്റ് വാങ്ങിക്കത്തില്ല എന്നുള്ളതാണ് സംശയം. ഈ ടാരിഫ് വാർ ഇന്ത്യ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും? ഇത് അമേരിക്കയ്ക്ക് ഗുണകരമാകുമോ അതോ ദോഷകരമാകുമോ? അത് പറയാൻ നമുക്ക് ഇപ്പോഴും അത് പറയാറായിട്ടില്ല. ഇപ്പൊ നമ്മളൊരു 2-3 കാര്യങ്ങൾ നോക്കിയാൽ ഇപ്പൊ ഈ ടാരിഫ് വാർ തുടങ്ങിയതിന് ശേഷം എസ്പെഷ്യലി ചൈനയുമായിട്ടുള്ള ഒരു ടാരിഫ് വാർ ആ മൂർധന്യത്തിൽ എത്തുന്ന സമയത്തൊക്കെ അമേരിക്കയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളില് സ്റ്റോക്കുകൾ തകർന്നു, വളരെ താഴെ പോയി. സെന്റിമെന്റ്സ് വളരെ ഇതായിരുന്നു. കാര്യം ഒരു വോളറ്റൈൽ സിറ്റുവേഷൻ ആണ്. അപ്പം നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിച്ച്, ഈ സമയത്ത് ഗോൾഡിന്റെ പ്രൈസ് കൂടി, അതുപോലെ അമേരിക്കൻ ബോണ്ടുകളും മുകളിൽ പോയി. ഇതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാല് ഈ മറ്റുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റിലൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോഴാണ് ആൾക്കാർ കൂടുതലും ഈ ഗോൾഡിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, ഗോൾഡ് അതുപോലെ ബോണ്ടിലൊക്കെ. അപ്പൊ അതാണ് അതിന്റെ ഒരു സെന്റിമെന്റ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ അമേരിക്കയിൽ ഇപ്പം അവരുടെ ഫെഡറൽ ഏജൻസി ആയാലും മറ്റുള്ള എക്കണോമിക് ഫിനാൻസ് ഏജൻസികളും അവരുടെ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആണെങ്കിലും ഒരു കൺഫ്യൂഷനിലാണ്. ഈ 90 ഡേയ്സിനകം എന്ത് സംഭവിക്കും, ഏത് രീതിയിലാണ് ഇതിന് ടാരിഫുകൾ വരുന്നത്, ഏതൊക്കെ രാജ്യങ്ങൾ ഇത് അമേരിക്കയെ പറയുന്നത് അതുപോലെ അനുസരിക്കും, എത്ര പേര് അതിനെതിരായിട്ട് നിൽക്കും, ഇതൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഒരു പോളിസി പല കാര്യങ്ങളിലും ഒരു വ്യക്തതയില്ല. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യങ്ങൾ, മറ്റുള്ള എക്കണോമിക് പോളിസീസ് ഒന്നും ഡിവൈസ് ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കോസ്റ്റ് കൂടുമ്പം, ഇപ്പൊ രാജ്യങ്ങളിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുമ്പം അതിനനുസരിച്ചിട്ട് അവിടുത്തെ സാധനങ്ങളുടെ വില കൂടുകയും അത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കുകയും ചെയ്യും, വിലപ്പെരുപ്പം ഉണ്ടാക്കും. അത് ഒരു പരിധി വരെ മറ്റ് രാജ്യങ്ങളെയെല്ലാം ഗ്ലോബലായിട്ടുള്ള ഒരു റിസഷനിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ അമേരിക്കയുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചൈനയിൽ ഇപ്പം നമുക്ക് ഇത്രയും അധിക ടാരിഫ് ചുമത്തി അല്ലെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ അമേരിക്കയിലെ പല സാധനങ്ങളും US വരുന്നത് അമേരിക്കയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടല്ല, അത് മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങൾ കൂടെയാണ്. അതായത് സിംഗപ്പൂർ, തായ്ലാന്റ്, വിയറ്റ്നാം അങ്ങനെയുള്ള രാജ്യങ്ങൾ കൂടെയാണ് അത് പല റൂട്ടുകളിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ചൈനയുടെ ബാധകമായിട്ടുള്ള റേറ്റ് ആയിരിക്കത്തില്ല അപ്പം വരുന്നത്, പക്ഷെ ചൈനയുടെ സാധനമായിരിക്കും അവിടെ എത്തുന്നത്.
അതിനിപ്പോ ഈ എന്താ പറയുന്നത്, ഈ ഒറിജിൻ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ അങ്ങനെയൊക്കെയുള്ള ഒരു ഡോക്യുമെന്റേഷനും ഒക്കെ ഉണ്ട്. അപ്പൊ ഏത് രാജ്യത്തു നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തതെന്നൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള മാർഗങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ അമേരിക്ക ഉദ്ദേശിക്കുന്നത്, അല്ലെ ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഐഫോണ് 80% ഫോണുകളും ഉണ്ടാക്കുന്നത് ചൈനയിലാണ്. അപ്പൊ അത് അമേരിക്കയിൽ ഉണ്ടാക്കിയാല് എന്താണ്, അമേരിക്കയിൽ അതിന്റെ ടാക്സ് ഉണ്ടാവും, അമേരിക്കയിൽ അതിന്റെ എംപ്ലോയ്മെന്റ് ഉണ്ടാവും. അതേസമയം അതിപ്പം ചൈനയിലാണ് അതിന്റെ ടാക്സ് കിട്ടുന്നതും അതിന്റെ എംപ്ലോയ്മെന്റ് കിട്ടുന്നതും ഒക്കെ, അതിന്റെ ലാഭം ഉണ്ടാവുന്നതും എല്ലാം. അപ്പം ഈ 80% അവിടെ ഉണ്ടാക്കിയിട്ട് ആ സാധനമാണ്, ആ പ്രൊഡക്ട്സ് ആണ് അമേരിക്കയിൽ ഒരു കൊണ്ടുവന്ന് വിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത് ലുക്രേറ്റീവ് ആകുന്നത് ഈ ടാക്സ് കുറവായത് കൊണ്ടും കൂടെയാണ്. അവിടുത്തെ ലേബർ കോസ്റ്റും മറ്റുള്ളത് കുറവായതും ഒക്കെ കാരണമാണ്. പക്ഷെ ഇത് കൊണ്ടുവരുന്ന സമയത്ത് അമേരിക്കയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കോസ്റ്റ് കൂടുകയാണ് ഈ ടാക്സ് കൂടെ കൂട്ടി വരുമ്പോൾ. എങ്കിൽ പിന്നെ അത് ചൈനയിൽ ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ലല്ലോ, അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. അതാണ് ആ ഒരു രീതി, ആ ഒരു ഒബ്ജക്റ്റീവാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എത്രമാത്രം പ്രാവർത്തികമാക്കും, ഇതിനൊക്കെ വേറെ എന്തെല്ലാം വഴികൾ കണ്ടുപിടിക്കും. കാര്യം ഇപ്പൊ ചൈന എന്ത് ചെയ്യും, ചൈനയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങൾ കുറച്ചുകൂടെ പിന്നെ ടാരിഫുകൾ കുറച്ച് ചാർജ് ചെയ്യുന്ന രാജ്യങ്ങളിൽ കൂടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ റേറ്റ്, അവരുടെ സാധനമാണെങ്കിൽ പോലും അത് ടാക്സ് റേറ്റ് കുറച്ച് അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. ഇപ്പം ട്രംപിന് വേറൊരു രണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്ന്, ഈ ടാരിഫ് കൂട്ടുമ്പം ആ ടാക്സ് വകയിൽ പണം ഉണ്ടാവും. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ അമേരിക്കയിലെ സാധനങ്ങൾ കൂടുതൽ വിറ്റഴിയും, അവരുടെ ഡൊമസ്റ്റിക് എക്കണോമി വളരുകയും, അവർക്ക് അതുപോലെ തന്നെ അവരെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അയക്കുമ്പം ഈ ടാക്സിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെ കോസ്റ്റ്, അതിന്റെ പ്രൈസിലുള്ള വ്യത്യാസങ്ങൾ കുറയുകയും ചെയ്യുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാനും, അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെ അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് അത്ര ലുക്രേറ്റീവ് അല്ല, അല്ലെ അമേരിക്കൻ കൺസ്യൂമേഴ്സിന് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ, അതായത് ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ചീപ്പ് അല്ലാതായിരിക്കുകയും ചെയ്യുമ്പം ആൾക്കാർ അമേരിക്കൻ സാധനങ്ങൾ തന്നെ വാങ്ങിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ട്രംപിന്റെ വിഷൻ, അല്ലെങ്കിൽ ട്രംപിന്റെ ഒബ്ജക്റ്റീവ്. അത് നമുക്ക് നോക്കാം, ഇത് എത്രമാത്രം എങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പം തന്നെ ചൈനയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഒന്നിച്ച് ഇതിനെ എങ്ങനെ നേരിടാമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഇത് എത്രമാത്രം, എങ്ങനെയാണ് ഇത് അമേരിക്കയെ ബാധിക്കുന്നത്, അമേരിക്കയോട് ഇവരെങ്ങനെയുള്ള സമീപനമാണ്, അമേരിക്കയെ ഇതെങ്ങനെ ബാധിക്കും, മറ്റുള്ള രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും, ഇത് ഗ്ലോബലായിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പം ആസ് ഓഫ് നൗ ഇതൊരു ഒരു ട്രേഡ് വാർ പോലാണ്. മീനിങ് എക്കണോമിക്കലി ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പം ലോകരാജ്യങ്ങൾ നിലനിൽക്കുന്നത്, ഇന്ത്യ അടക്കം. പിന്നെ ഇന്ത്യക്ക് ചിലപ്പോൾ ഇതിനുണ്ട് ഒരു ഗുണം ഉണ്ടാകാനുള്ള സാധ്യത. കാര്യം ചൈനയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അമേരിക്കയിൽ പോകുമ്പോൾ കോസ്റ്റ് ആയതുകൊണ്ട് അത് ലുക്രേറ്റീവ് അല്ലാതെ വരുമ്പോൾ ഇന്ത്യക്ക് അത്രയൊന്നും ടാക്സുകളില്ല. 26% ആണ് നേരത്തെ ചെയ്തത്. ഇപ്പൊ 90 ഡേയ്സിന് വേണ്ടി എന്തായാലും 10% ആണ്. പക്ഷെ എന്നാലും അത് വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നിന്നുണ്ടാക്കുന്ന സാധനങ്ങൾ കുറച്ചുകൂടെ ചീപ്പായിരിക്കും, വളരെ ചീപ്പായിരിക്കും ചൈനയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം അതൊക്കെ ആ ഓപ്പർച്യൂണിറ്റികളൊക്കെ ഇന്ത്യക്ക് മുതലെടുക്കാൻ വരാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും ഇന്ത്യയുടെ advantages. Okay, so thank you for listening to us, and we will be back soon with another. Yeah. Thank you. Bye. Bye. Take care.